ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇന്ന് നമുക്ക് നെക്കിന് ചുളിവുകൾ വരാതിരിക്കാനും ചുളിവുകൾ പോകാനും അല്ലെങ്കിൽ അത് ഇനി പ്രിവെൻറ്റ് ചെയ്യാനും ഒക്കെയുള്ള ഒരു നല്ലൊരു സ്ട്രെച്ചിങ് മസാജ് നോക്കാം. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി, അതുപോലെ ടിപ്സ്, ലൈഫ് സ്റ്റൈൽ വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഷെയർ ചെയ്യണം ആവശ്യക്കാർക്ക് വേണ്ടിയിട്ട്. ഇങ്ങനെ കഴുത്തിനൊക്കെ ചുളിവുകളുള്ളവർക്ക് അല്ലെങ്കിൽ ചുളിവുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ സജഷനോ അഭിപ്രായമോ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതിപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ മോയ്സ്ചറൈസ് ചെയ്യുക. അതായത് നമ്മൾ ഓൾ ഓവർ ദ ഫേസ്, നെക്ക് ഫുള്ള് നല്ലോണം നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിന് അനുയോജ്യമായിട്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മോയ്സ്ചറൈസർ അല്ലെങ്കിൽ ഓയിൽ വെച്ചിട്ട് ഒന്ന് ഗ്രീസ് ചെയ്യുക. നമുക്ക് നമ്മുടെ കൈയും സ്കിന്നും കൂടെ ഉറഞ്ഞിട്ട് അവിടെ പിഗ്മെൻറ്റേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ ഒരു സ്റ്റെപ്പ് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. അതിപ്പോൾ എപ്പം നിങ്ങളുടെ ഫേസിൽ എങ്ങനെ ചുമ്മാ ഒരു മസാജ് കൊടുക്കുകയാണെങ്കിൽ പോലും നിങ്ങളൊന്ന് മോയ്സ്ചറൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓയിൽ അപ്ലൈ ചെയ്തിട്ട് മാത്രം നിങ്ങൾ ഈ ഒരു മസാജ് കൊടുക്കുക. സ്കിന്ന് മീൻസ് നമ്മുടെ ബോഡിയിൽ എവിടെ മസാജ് കൊടുക്കാനാണെങ്കിലും ചുമ്മാ പോയി നമ്മൾ റബ്ബ് ചെയ്ത് കൊടുക്കരുത്. പിഗ്മെൻറ്റേഷൻ വരാനുള്ള ചാൻസസ് ഉണ്ട്. നമ്മുടെ നെക്ക് വന്നിട്ട് എപ്പോഴും ഹൊറിസോണ്ടൽ ആയിട്ട് ലൈൻസ് വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഹൊറിസോണ്ടൽ ആയിട്ടാണ്, അതായത് കുറുകെ ലൈൻസാണ് വരിക. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ സ്കിൻ ഒന്നും കൂടെ തൂങ്ങി, ഞാൻ ആദ്യം കാണിച്ച പോലെ സ്കിൻ ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് തൂങ്ങി വരുമ്പം ഇങ്ങനെ നേരെ വെർട്ടിക്കലായിട്ടും കൂടെ ചുളിവുകൾ വരും, തൂങ്ങി വരും. മസിൽ ലൂസായിട്ട് തൂങ്ങി വരും. നമ്മൾ എപ്പോഴും നെക്കിന് മസാജ് കൊടുക്കേണ്ടത് അപ്വാർഡാണ്, താഴേന്ന് മുകളിലേക്ക് അപ്വാർഡ് പൊസിഷനിൽ നമ്മൾ മസാജ് കൊടുക്കണം. ആദ്യം ഞാൻ കൈയുടെ ഉള്ളം കൈ വെച്ചിട്ട് പരത്തി വെച്ചിട്ട് ഞാൻ മസാജ് കൊടുത്തത്. അതാണ് നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു രീതി. നമ്മൾ അങ്ങനെ മസാജ് കൊടുക്കുക ഈസി ആയിട്ട്. പിന്നെ നമ്മുടെ റിസ്റ്റ് ചുരുട്ടി വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ മുകളിലോട്ട് മസാജ് കൊടുക്കുമ്പോൾ എന്നാ വെച്ചാൽ നമ്മുടെ ഈ റിസ്റ്റിൻ്റെ, അതായത് വിരലുകളുടെ 4 ആ ഒരു ഇതുണ്ടല്ലോ, ബോൺസിൻ്റെ ആ ഒരു ഇത് വന്നിട്ട് നമുക്ക് ആ ഒരു സർക്കുലേഷൻ കൂടാനുള്ള ചാൻസസ് കൂടുതലാണ്. ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും അവിടുത്തെ സ്കിന്ന് വന്നിട്ട് മുകളിലോട്ട് എവിടെയും ചുളുക്കമില്ല, അത് സ്ട്രെച്ച് ആവുകയും ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കിതിൻ്റെ റിസൾട്ട് കിട്ടും. നമുക്കതിൻ്റെ ആ ഒരു ചുളിവുകൾ, ഹൊറിസോണ്ടൽ ലൈൻസ് സ്പെഷ്യലി നമുക്കത് കുറയും. മറ്റേ വെർട്ടിക്കൽ ലൈൻസ് കുറയാനുള്ളതും ഹൊറിസോണ്ടൽ ലൈൻസും ബോത്ത് കുറയാനുള്ള മസാജാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത്. നമ്മൾ റിസ്റ്റ് ഇങ്ങനെ ചുരുട്ടി വെക്കുക. ഇങ്ങനെ ഈ രീതിയിൽ നമ്മൾ റിസ്റ്റ് ചുരുട്ടി വെച്ചിട്ട് നമ്മൾ, അതായത് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ വിരലുകൾ ഫ്രണ്ടിലോട്ട് വരുന്ന പോലെ നമ്മൾ ഈ റിസ്റ്റിൻ്റെ ബാക്ക് സൈഡിൽ നിന്നാണ് നമ്മൾ ബാക്ക് സൈഡ് വെച്ചിട്ടാണ് നമ്മൾ സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇത് നോക്കി നിങ്ങൾ, ഈ ചുളുക്കം നമുക്ക് വരുന്നത് നമ്മൾ പ്രായമായവരിലൊക്കെ കാണാൻ പറ്റും. നമുക്ക് ആദ്യം ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ചുളിവുകൾ വരും, അത് കഴിഞ്ഞ് ഇതുപോലത്തെ ചുളിവുകളല്ലേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതുപോലത്തെ ചുളിവുകളാണ് വരിക. അപ്പം നമുക്ക് അതുപോലെ മസിൽ ലൂസായിട്ടുള്ള ചുളിവുകൾ വരാതിരിക്കാനും അല്ലെങ്കിൽ അങ്ങനത്തെ ചുളിവുകൾ കുറയാനും വേണ്ടിയിട്ടുള്ള മസാജാണ് ഇപ്പോൾ കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പ്രായമായതുകൊണ്ട് ഇപ്പോൾ ഒരുപാട് പേർക്ക്, ചെറുപ്പക്കാർക്കും കാണാൻ പറ്റുന്നുണ്ട് ഇങ്ങനത്തെ ചുളിവുകൾ. നല്ല വൃത്തിയായിട്ട് നമ്മുടെ കഴുത്ത് ചുളിവ് വന്നാൽ തന്നെ നമുക്കതിൻ്റെ നമ്മുടെ ഫേസ് കൂടുതൽ പ്രായം തോന്നിക്കും. അപ്പോൾ അതിനുള്ള നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന, നമുക്ക് യാതൊരു ചെലവുകളും ഇല്ലാതെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡിയാണിത്. ഇത് ബെസ്റ്റ് റിസൾട്ട് തരുന്നതാണ്. ഇത് നിങ്ങൾ ഡെയിലി ചെയ്യാം, ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ചെയ്യാം, വീക്കിലി ട്വൈസ് ആയിട്ടും ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങളുടെ സമയം പോലെ ചെയ്യാൻ പറ്റും. ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് പ്രഷർ അപ്ലൈ ചെയ്യുന്നില്ല, അതുപോലെ നല്ലോണം മോയ്സ്ചറൈസർ ഇടുന്നു. സ്കിൻ എന്തായാലും സ്ട്രെച്ച് ചെയ്യണം. അത് 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പം നമ്മൾ ഇതുപോലെ ഹൊറിസോണ്ടൽ ആയിട്ട് നമ്മൾ ഈ സ്ട്രെച്ച് കൊടുക്കുകയാണ്. ഓൾമോസ്റ്റ് ഹൊറിസോണ്ടൽ, ചെറിയ രീതിയിൽ ഡയഗണൽ ഒരു വേയിൽ നമ്മൾ ഈ ഒരു സ്ട്രെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഹൊറിസോണ്ടൽ മാത്രമല്ല, ചെറുതായിട്ട് ബാക്കോട്ട് വരുമ്പോഴത്തേക്ക് ഡയഗണലായിട്ട് ഒരു സൈഡിലേക്കും കൂടെ ചെരിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ബാക്കിൽ സെൻറ്ററിൽ പോയിട്ട് നമ്മൾ ഇതിന് റെസ്റ്റ് ചെയ്യുന്നു. അതാണ്, എവിടേക്കൊന്നും നമ്മൾ റെസ്റ്റ് ചെയ്യാതെ കണ്ടിന്യൂസ് ആയിട്ട് ആ സ്ട്രെച്ച് പോയിട്ട് നമ്മുടെ നെക്കിൻ്റെ ബാക്ക് സൈഡ് സെൻറ്ററിൽ പോയിട്ട് റെസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ നമ്മളൊരു 10 ടൈംസ് വെച്ചിട്ട് നമ്മളൊരു 1 വീക്ക് ചെയ്യുക. 1 വീക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല വ്യത്യാസം വരും, നിങ്ങൾക്ക് തന്നെ അത് ഫീൽ ചെയ്യും. പിന്നെ നമ്മളതിനെ സ്കിന്നിന് മോയ്സ്ചറൈസ് ചെയ്യുകയും ഓയിൽ അപ്ലൈ ചെയ്യുകയൊക്കെ ചെയ്യുമ്പം അതിൻ്റെതായ രീതിയിൽ സ്കിന്നും നല്ല ഹെൽത്തി ആകും, യങ് ആകും. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാം. ഈ ഒരു മസാജ് മാത്രമല്ല, നമ്മൾ സ്ട്രെച്ചിങ് എക്സസൈസസ് അല്ലെങ്കിൽ ഫേസ് യോഗ ഒക്കെ നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഈ നെക്കിൻ്റെ ഈ മസിൽസ് തൂങ്ങുന്നതും അതുപോലെ നമ്മുടെ നെക്കിൻ്റെ യുവത്വം നിലനിർത്താനൊക്കെ നമ്മളെ സഹായിക്കുന്നതാണ്. നമ്മുടെ കഴുത്ത് നല്ല വൃത്തിയായിട്ടിരുന്നാൽ, കഴുത്തിന് ചുളിവുകളൊന്നും ഇല്ലാതെ കഴുത്ത് യങ് ആയിട്ടിരുന്നാൽ മാത്രമേ നമ്മുടെ ഫേസ് എത്ര ഭംഗിയാണെങ്കിലും നമ്മൾ ഫേസ് കൂടുതൽ ഹൈലൈറ്റ് ആവത്തുള്ളൂ. അല്ല, ഫേസ് നല്ല വൃത്തിയായിട്ടിരുന്നിട്ട് കഴുത്ത് വൃത്തികേടായിട്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എന്നാ ചെയ്തിട്ടും പിന്നെ കാര്യമില്ല, എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അതും കൂടെ നമ്മളൊന്ന് എപ്പോഴും ഫേസ് മാത്രമല്ല കഴുത്തും കൂടെ നമ്മൾ ആ ഫേസിൻ്റെ ഒപ്പം തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. പിന്നെ നമ്മൾ ഇതിൽ ചെയ്യേണ്ട വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ് ഈ ഒരു
പിൻ ചെയ്ത് കൊടുക്കുക. നമ്മളിങ്ങനെ നമ്മുടെ നെക്ക് സ്ട്രെച്ച് ചെയ്ത് നമ്മുടെ സ്കിന്ന് മസിൽസൊക്കെ സ്ട്രെച്ച് ചെയ്ത് ബാക്കിൽ നമ്മൾ സ്ട്രെച്ച് ചെയ്തിട്ട് മസാജ് ചെയ്തേക്കാം. അപ്പോൾ അത് ടൈറ്റായിട്ട് നിൽക്കുക. പക്ഷേ അതിനെ അങ്ങനെ തന്നെ ടൈറ്റായിട്ട് വിട്ട് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും കഴുത്തനക്കൊക്കെ ചെയ്യുമ്പോൾ അത് കൂടുതൽ ലൂസ്, ആദ്യത്തേതിലും കൂടുതൽ ലൂസാണുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെ നമുക്ക് കോമ്പൻസേറ്റ് ചെയ്ത് കൊടുക്കണം, നമുക്ക് ബാലൻസ് ചെയ്ത് കൊടുക്കണം. അതിനാണ് നമ്മൾ പിൻ ചെയ്ത് കൊടുക്കുന്നത്. ആ പിൻ ചെയ്ത് കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ആ ഹൊറിസോണ്ടൽ വേയിൽ നിങ്ങൾ ഞാൻ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ വെർട്ടിക്കലായിട്ട് വേണം നമ്മൾ പിൻ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.